ഓം ശാന്തി. ഒരിടത്തെ ഒരു കർഷകനുണ്ടായിരുന്നു. വളരെ കഠിനാധ്വാനം ചെയ്ത് അധ്വാനിക്കുന്ന സമർത്ഥനായൊരു കർഷകൻ. സൂര്യോദയത്തിന് മുന്നേ അയാൾ കൃഷിസ്ഥലത്തെത്തും. സൂര്യാസ്തമന ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരും. അങ്ങനെ സൂര്യന് ഉദിക്കുന്നതിന് മുന്നു മുതൽ അസ്തമനം വരെ ദീർഘമായി അധ്വാനിക്കുന്ന, അധ്വാനത്തെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു കർഷകൻ. അയാളുടെ കഠിനാധ്വാനം കൊണ്ട് അയാൾക്ക് ഒരുപാട് വിളവുണ്ടായി, ധാരാളം ധാന്യങ്ങളായി, ധാരാളം വരുമാനം ഉണ്ടായി. അങ്ങനെ അയാൾ തൻ്റെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ സമീപത്തുള്ള കൃഷിസ്ഥലങ്ങളെല്ലാം വാങ്ങി കൃഷിയിടത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. കൃഷി അത്രയ്ക്കധികം വളർന്നു. അദ്ദേഹത്തിന് സ്വയമേവ മാത്രം ചെയ്താൽ തീരില്ല, ആരെങ്കിലും വേറെ പണിക്കാർ ആവശ്യമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് ആ കൃഷിക്കാരൻ വളർന്നു. അപ്പോൾ അയാൾ വിചാരിച്ചു, എന്തായാലും ഒരു പണിക്കാരനെ കൂടി എടുക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ പണിയൊക്കെ സഹജമായിക്കൊണ്ട് എളുപ്പം ചെയ്യാൻ പറ്റും. ഇനിയും ഇതിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനും ലാഭം കൂട്ടാനും സാധിക്കും. അങ്ങനെ അദ്ദേഹം കുറച്ച് പണിക്കാരെ കിട്ടാൻ വേണ്ടി എല്ലാവരോടും പറഞ്ഞു, പണിക്കാരനെ ആവശ്യമുണ്ട് സഹായിയായിട്ട്. ഇതെല്ലാം കേട്ടറിഞ്ഞ് 4 ചെറുപ്പക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. ഇദ്ദേഹം ഓരോ ചെറുപ്പക്കാരനെയും ഇൻ്റർവ്യൂ ചെയ്തു. ഓരോരുത്തരും അയാളുടെ പ്ലാനുകൾ പറഞ്ഞു, ഇന്ന രീതിയിൽ നമുക്കിതിനെ ഡെവലപ്പ് ചെയ്യാം കാര്യങ്ങളെല്ലാം. പക്ഷേ ഈ കർഷകന് 3 ആൾ പറഞ്ഞ പ്ലാനും ഒന്നും മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം 3 പേരെ എടുത്തില്ല. 4ാമതായി വന്ന ആൾ വളരെ സമർത്ഥനായി ചുറുചുറുക്കോടെ തൻ്റെ പ്ലാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, കൊടുങ്കാറ്റ് വീശുന്ന സമയത്തും സ്വസ്ഥമായി ഞാൻ കിടന്നുറങ്ങും. ഇയാൾ പറഞ്ഞ ആ ഒരു ഊർജവും സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഈ കൃഷിക്കാരൻ വിചാരിച്ചു, ഇവൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷേ ഇവൻ്റെ ഊർജ്ജസ്വലത കണ്ടിട്ട് ഇവൻ എടുത്താൽ കൊള്ളാം. അങ്ങനെ 4ാമത്തെ പണിക്കാരനെ, 4ാമതായി വന്ന ചെറുപ്പക്കാരനെ തൻ്റെ സഹായിയായിക്കൊണ്ട് കൃഷിക്കാരൻ തിരഞ്ഞെടുത്തു. 3-4 സീസൺ കൃഷി കഴിഞ്ഞു, വിളവുകൾ വർദ്ധിച്ചു, വളരെ സന്തോഷമായി. പെട്ടെന്നൊരു പ്രാവശ്യം കൃഷി ഇറക്കിയിരിക്കുന്ന സമയത്ത് കടുത്ത കൊടുങ്കാറ്റ് വീശിയടിച്ചു. അപ്പോൾ ഈ കൃഷിക്കാരൻ പെട്ടെന്ന് ഓർമ്മിച്ചു, ഈ പണിക്കാരൻ അന്നേ പറഞ്ഞിട്ടുണ്ട് കൊടുങ്കാറ്റ് വീശുമ്പോൾ ഞാൻ കിടന്നുറങ്ങുന്നു. ഇപ്പോൾ ഇവൻ എന്താ ചെയ്യണാവോ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കൃഷിക്കാരൻ നോക്കുമ്പോൾ പണിക്കാരൻ സുഖമായി കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇവൻ ഓടിപ്പോയി വിളിച്ചും, ഹേയ് നീ എന്താ കിടന്നുറങ്ങുന്നത്, കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുക, നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ എന്തായിത്തീരും. അപ്പോൾ ഇവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് കൃഷിക്കാരനോട് പറയും, അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കടുത്ത കൊടുങ്കാറ്റ് വീശുമ്പോൾ കിടന്നുറങ്ങും, അതാണ് എൻ്റെ സ്വഭാവം എന്ന്. ഞാൻ കിടന്നുറങ്ങുക, എന്നെ ശല്യപ്പെടുത്താതെ. മനസ്സിൽ ശപിച്ചുകൊണ്ടും ഇവനെ പഴിച്ചുകൊണ്ടും സ്വന്തം തീരുമാനത്തെ പഴിച്ചുകൊണ്ടും കൃഷിക്കാരൻ ഓടി കൃഷിയിടത്തെത്തി. അയാൾ ആകെ അത്ഭുതപ്പെട്ടു പോയി. കൃഷിയിടെല്ലാം സുരക്ഷിതമാക്കിയിരിക്കുന്നുണ്ട്. കൃഷിയിടങ്ങളെ നോക്കാൻ സെക്യൂരിറ്റീനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മൃഗങ്ങളെല്ലാം സുരക്ഷിതമാണ്. ധാന്യങ്ങളെല്ലാം സുരക്ഷിതമായി കെട്ടിവെച്ചിട്ടുണ്ട്, പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കണ്ട കൃഷിക്കാരന് ഉള്ളിൽ പണിക്കാരനോട് സ്നേഹവും അഭിമാനവും ഒന്നിച്ചു തോന്നും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളും ജീവിതത്തിൽ ചെയ്യേണ്ടത് ഈ പണിക്കാരനെ പോലെയാണ്. ഒരു കാര്യം പ്രയാസം നേരിടുന്ന സമയത്ത് അതിനെ നേരിടാൻ വേണ്ടി ഓടി നടക്കല്ല. അഡ്വാൻസ് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണം. പറയാറില്ലേ നമ്മൾ ജീവിതത്തിൽ, പെര കത്തുമ്പോൾ വാഴ വെട്ടാൻ പോവുക. അതായത് ഒരു കാര്യം സംഭവിക്കുമ്പോൾ മാത്രം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്ക് ഓട്ടം കൂടുതലും ക്ഷീണം കൂടുതലും നഷ്ടം കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ പോകുന്ന പാത്ത് എന്താണെങ്കിലും, ഏത് കർമ്മത്തിൻ്റെ ഫീൽഡാണെങ്കിലും, കർമ്മമേഖല ഏതാണെങ്കിലും ആ മേഖലയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൽ നിന്ന് സുരക്ഷ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് സംഭവിക്കുമ്പോഴും നമ്മൾ സുരക്ഷിതരായിരിക്കും, പ്രശ്നങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. നിങ്ങൾക്കും ഈ കഥയിലെ പണിക്കാരനെ പോലെ നിങ്ങളുടെ ജീവിതത്തിലും വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനും അതിനെ അതിജീവിക്കാൻ വേണ്ട കാര്യങ്ങളെ ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ സന്തോഷത്തോടു കൂടി പ്രസന്നവദനായിക്കൊണ്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും സാധിക്കട്ടെ.